നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആര്യനും ആനന്ദും എല്ലാരും നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു. കാരണം ഉദയഭാനുവിനെ ശ്രീകലയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് സഹിച്ചില്ല. ഗോമതിയാണെങ്കിൽ ഓരോ കള്ളത്തരങ്ങളൊക്കെ അവരുടെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞെല്ലാം കള്ളത്തരങ്ങളായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, എന്നാലും എന്റെ അച്ഛൻ നിങ്ങളെ എത്രമാത്രം വിശ്വസിച്ച, എന്നിട്ട് നിങ്ങൾ ഈ ചതി ഞങ്ങളോട് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അങ്ങനെ ചോദിക്കടാ, അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. ആ സമയം ഗോമതി അരിയിലേക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകള് തന്നെ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര വലിയ ചതിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. മോള് 10ാം ക്ലാസ് എന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നോ MA ലിറ്ററേച്ചറാന്ന്. അയ്യോ, അത് പിന്നെ ഗോമതി, അതൊരു നിസ്സാര കാര്യമല്ലേ? ഇത്ര നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ. അത് പിന്നെ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാല് അവള് MA ലിറ്ററേച്ചർ ആവണം എന്നായിരുന്നു. അതുകൊണ്ട് ഒരു കള്ളത്തരം പറഞ്ഞ ദേ മിണ്ടരുത് നിങ്ങള്. അപ്പോഴേക്കും ആനന്ദിന് ദേഷ്യം വന്നു. ആനന്ദ് അവിടെ ഇരുന്ന ഒരു പ്രതിമ എടുത്ത് എറിയുവാണ്. ഇയാളെ നീ ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരിനൊക്കെ കയറി പിടിച്ചു. ആ സമയം ഗോമതി പറഞ്ഞു, ഇത് മാത്രം നിസ്സാര കള്ളത്തരം, ഇത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമല്ലേ? ധർമ്മൻ ഇവിടെ നീ വീട് വിട്ടു പോകാൻ കാരണം നിനക്ക് എന്താണെന്നറിയാവോ? അത് പിന്നെ ധർമ്മൻ എന്തോ പണം മോഷ്ടിച്ചെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞോണ്ടല്ലേ? പണം മോഷ്ടിച്ചെന്ന് എന്റെ അനുജൻ ഒരിടത്തുനിന്നും ഒരു പണവും മോഷ്ടിച്ചിട്ടില്ല. പക്ഷേങ്കില് മോഷ്ടിച്ച ആളെ നിങ്ങളാണ്. ഞാനോ? കോമതി എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. ഞാൻ പണം മോഷ്ടിക്കാനോ? ഞാൻ അത്രക്കാരനൊന്നുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും ആനന്ദിന് ദേഷ്യം വന്നു. കണ്ടോ ഇയാള് പറയുന്ന കള്ളത്തരം, വീണ്ടും ഇയാള് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാളെ ഇന്ന് ഞാനെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. എന്റെ ആനന്ദമാനെ, നീ എന്തൊക്കെയാ പറയണേ? ഞാൻ പണം മോഷ്ടിക്കാനോ? ഞാൻ അങ്ങനെ ചെയ്യുവോ? എനിക്കറിയാൻ താനതങ്ങനെ പറയൂന്ന്. തനിക്ക് തെളിവ് വേണോടെന്ന് ചോദിച്ചു. തെളിവ് ഞാൻ തരാം. എന്റെ കയ്യെന്ന് വിടറ ആകാശം എന്നൊക്കെ പറയണ. ആകാശം ആരിനും ബലമായിട്ട് കയ്യെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ ആനന്ദ് ഉദയഭാനുവിനെ കൊല്ലും. ആ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ നിൽക്കുന്നേ. എടാ എന്റെ കയ്യെന്ന് വിട, ഞാൻ അയാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അയാൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അതിനകത്തുനിന്ന് ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങ് നോക്ക്, നിങ്ങൾ പണം മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ നിൽക്കുന്ന ഈ പണം മോഷ്ടിക്കുന്ന ആരാന്ന് ചോദിച്ചു. ഒരു നിമിഷം ശ്രീകലയൊക്കെ ഞെട്ടിപ്പോവാ. ശ്രീദേവി നിന്ന് കരഞ്ഞോണ്ടിരിക്കുവാണ്. ഉദയഭാനു പണം മോഷ്ടിക്കുന്നതിന്റെ ഫുൾ വീഡിയോ കാണിച്ചു കൊടുത്തു. ഉദയഭാനു ആകപ്പാടെ വല്ലാതെ നിൽക്കുക. ഇത്ര പ്രതീക്ഷിച്ചില്ല. എടോ, മാമനെ കുറ്റക്കാരനാക്കി, അല്ലെ മാമനെ കടയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞപ്പോ ആരാണെങ്കിലും ആ പണം മോഷ്ടിച്ച് അവരെ എനിക്ക് കൈയോടെ പിടികൂടണമെന്നുണ്ടായിരുന്നു. എന്റെ മാമന് ഒരിക്കലും അത് തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചേ. ഓ, അപ്പൊ ഇവനവിടെ ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, നശിക്കാനായിട്ട്. ഏത് സമയത്താണോ എന്തോ, താൻ അത് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉദയഭാനു മനസ്സിൽ പറയാ. എടോ, ആ ക്യാമറയ്ക്കകത്ത് കൃത്യമായിട്ട് താൻ വന്ന് കുടുങ്ങി. എനിക്കറിയായിരുന്നു താനൊക്കെ ഈ പണി ചെയ്യുവോളെന്ന്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തേ. അതിനു മുമ്പ് വരെ ഞാൻ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞില്ലടോ. എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും. പക്ഷെ എന്റെ മാമനെ താൻ കുടുക്കി കഴിഞ്ഞപ്പം, എന്റെ മാമൻ നിരപരാധിയായ മാമനെ കള്ളനെന്ന് മുദ്ര കുത്തി ഈ വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇതിന് പിന്നിൽ ആരാണെങ്കിലും പുറത്തു കൊണ്ടുവന്നാൽ മതിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ താനാന്നറിഞ്ഞപ്പം തന്നെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ടാണോ ഇത്ര വലിയൊരു ദുഷ്ടനായ ഒരുത്തൻ പിന്നെ തന്റെ മോള് ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. തന്നെ ഒരു നിമിഷം പോലും ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. താനും തന്റെ മോളും എല്ലാം കണക്കാ. എത്ര വലിയ ക്രൂരത എന്നോട് ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. മാമന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി സത്യങ്ങളൊക്കെ വിളിച്ചു പറയണമെന്ന്. ഇല്ലെങ്കിൽ താൻ ഇതിനേക്കാളും വലിയ ക്രൂരതകൾ ഇനി കാണിക്കും. ശ്രീദേവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി അവരുടെ അടുത്തേക്ക് ചെന്നു. ഉദയഭാനുവിന്റെ ശ്രീയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോളുണ്ടല്ലോ ഇവിടെ കല്യാണം കഴിച്ച് കയറി വന്നതിന് ശേഷം ഇവളെ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല മോളായിട്ട് തന്നെ കണ്ടേ. എൻ്റെ അനുവിനെ പോലെ തന്നെ ഞാൻ ഇവളെ കണ്ടേ. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കിടപ്പലായിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പോലെ തന്നെ ഇവൾക്ക് സാധിക്കുമെന്ന് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതാ എല്ലാവരും കൂടി തകർത്ത് കളഞ്ഞത്. നിങ്ങളുടെ മോളെ അത്രമാത്രം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രീകലയൊക്കെ. ആ സമയത്ത് ഗോമതി ചോദിച്ചു, ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ മോളെ പഠിപ്പിച്ചു വിട്ടത്? ഇതായിരുന്നില്ലേ? എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. അപ്പോഴേക്കും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ശ്രീകല പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയില്ല ഗോമതി, എൻ്റെ മോളെ ഞാൻ നല്ല രീതിയിൽ തന്നെയാ
പഠിപ്പിച്ചു വിട്ടത്. എല്ലാ കാരണവന്മാർക്കും അവരുടെ മക്കളെ നല്ല രീതിയിൽ തന്നെ വളർന്നു കാണാമെന്ന് ആഗ്രഹം കാണും. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളും. പിന്നീട് ഗോമതി പറഞ്ഞു, മോളൊരു നല്ല വീട്ടിലേക്ക് ചെന്ന് കയറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ ആ ചെന്ന് കയറുന്ന വീട് അതൊരു നല്ല വീടാവണമെന്ന് നിങ്ങൾക്കില്ലായിരുന്നോ എന്ന് ചോദിച്ചു ഗോമതി. അത് പിന്നെ എന്റെ മോളെ ഞാൻ നല്ലവണ്ണം വളർത്തിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേങ്കില് എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ഈ കള്ളത്തരങ്ങളും കാണിച്ച് അവളിങ്ങോട്ടേക്ക് കയറി വന്നത് ഇത് ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമാണെന്നാണോ ഓർത്തിക്കുന്നേ? ഒരിക്കലും ഇല്ല. ഇത് ഞങ്ങൾ അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പോകുന്നൊന്നുമില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഞങ്ങൾ ക്ഷമ ചോദിക്കുക. അത് അവൾക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അതൊക്കെ സംഭവിച്ചു തന്നിരിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. നമുക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഇനി എന്താന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അങ്ങനെ ഒരു സമാധാനപരമായിട്ട് തീരുമാനം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞങ്ങളുടെ അച്ഛൻ ഇരിക്കുന്ന കണ്ടില്ലേ? ആകാശ് പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ബാലൻ എന്താ ഒന്നും മിണ്ടാത്തെ? അച്ഛൻ എങ്ങനെ മിണ്ടാനായിട്ടാ? ആ അച്ഛന്റെ ഇരിപ്പ് കണ്ട് നിനക്ക് എന്താ തോന്നേ? തകർന്ന മനസ്സോട് കൂടിയിട്ട് അദ്ദേഹം ഇരിക്കുന്നേ. അച്ഛനായിട്ട് കൊണ്ടുവന്ന ബന്ധമാണ്. സ്വന്തം മകന്റെ ജീവിതം തകർന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുക. എന്നിട്ട് കിട്ടിയ അവസരം നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിച്ചു. നിങ്ങൾ എന്റെ അച്ഛനെ ഒന്നും അല്ലാതാക്കി തീർന്നു. ഞങ്ങളുടെ കുടുംബം തന്നെ നശിപ്പിക്കാനായിട്ട് കൂട്ടുവന്നു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല ബാല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറയണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരച്ഛന്റെ രോദനം അത്. കാരണം ഏതൊരച്ഛനും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിന് മുമ്പ് എന്റെ ദേവിമോൾക്ക് കുറെ ആലോചനകളും കാര്യങ്ങളും വന്ന, പക്ഷെ ഒന്നും നടന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവൾക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് വന്ന ആലോചനകളെല്ലാം മുടങ്ങിപ്പോയി. പിന്നീട് ഞങ്ങളൊരു ജോത്സ്യനെ പോയി കണ്ടു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞ് അവൾക്ക് കുറച്ച് ദോഷങ്ങളുണ്ടെന്ന്. ദോഷങ്ങളോ? ഇപ്പൊ അതുകൊണ്ടോ? എന്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയായി കേൾക്കണേ എന്ന് ഗോമതി പറഞ്ഞു. അപ്പോഴേക്കും സ്ത്രീകൾ പറഞ്ഞു, ഗോമതി ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ ദോഷങ്ങളും കാര്യങ്ങളൊന്നും അല്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മോള് നല്ലൊരു വീട്ടിൽ ചെന്ന് കയറുന്ന കാണണമെന്നായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. ഏതൊരച്ഛനും അമ്മ ആഗ്രഹിക്കുന്നത് മാത്രമേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. പണമില്ലാത്തതിന്റെ പേരിൽ എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാതിരുന്നുകൂടാ. നല്ലൊരു ജീവിതം ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കള്ളത്തരം കാണിച്ച. എന്റെ ബാല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ കാലിലേക്ക് വീണ് മാപ്പ് പറയാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. ഇത്ര സമയം നിങ്ങളെല്ലാരും പറഞ്ഞു ഞാൻ കേട്ടു. ഇനി ഞാൻ പറയാം. അതിന്റെ ഇടയ്ക്കിലേക്ക് ആരും കുറുകെ കയറിയേക്കരുത്. അറിയാലോ, ഇനി ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. പിന്നീട് ബാലൻ പറഞ്ഞു, ഞാൻ സാധാരണ ഒരു പലചരക്ക് കടക്കാരനാണ്. എനിക്ക് ആ തൊഴിൽ മാത്രമേ അറിയുള്ളൂ. പക്ഷെ എങ്കില് ഞാൻ ആരും ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും പോയിട്ടില്ല. കടയില് ചിലപ്പോൾ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മല്ലി മുളകൊക്കെ പൂത്തുപോകും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ആ പൂത്തിട്ടുണ്ടെങ്കിൽ ആ ചാക്കോട് എടുത്ത് കളയുകയോ ചെയ്യുള്ളൂ. പക്ഷെ ചില കടക്കാരൊക്കെ എന്ത് ചെയ്യും? അത് കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യും. അത് കുറച്ച് ആ പൂത്ത ഭാവം മാറ്റിയിട്ട്. പക്ഷെ എനിക്ക് അതിന് സാധിക്കില്ല. കാരണം എന്നില് കസ്റ്റമേഴ്സിന്റെ ഒരു വിശ്വാസമുണ്ട്. അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. അതാണ് ഗോമതി സ്റ്റോഴ്സ് ബാലിന്. അതുപോലെ തന്നെ എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചത് ചതിക്കാനും ആരെ വഞ്ചിക്കാനും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ എന്റെ മക്കള് മുന്നോട്ട് പോയത് എന്നോടാണ്. ഉദയഭാനു, നിങ്ങൾ ഈ ചതി ചെയ്തത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തേ? ഞാന് നിങ്ങളുടെ അരിയിൽ വന്നു. എന്റെ മോന് MA ലിറ്ററേച്ചർ അരിയെ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്കാ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചു. അത് നിങ്ങൾ വലിയ ബുദ്ധിമാനായതുകൊണ്ടല്ല. ഞാൻ കരുതി എന്നെപ്പോലെ തന്നെ സത്യസന്ധരായിരിക്കും മറ്റു മനുഷ്യരെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചേ. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഇന്ന് ഈ നിമിഷം വരെ എന്റെ മോൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല, അച്ഛാ നിങ്ങൾ പറഞ്ഞ പെണ്ണിന്റെ കഴുത്തിയാൻ താലി ആർത്തിയോണ്ടാ എന്റെ ജീവൻ നശിച്ചു പോയെന്ന്. വേണേ അവനിത് പറയാം. അവനിത് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, വേണ്ട അച്ഛാ, അങ്ങനൊന്നും പറയല്. എന്റെ മോന്റെ ജീവിതം തകർത്ത് ശരിക്കും ഞാനാണ്. ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ആർത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവന് ഒരു വാക്ക് പോലും അവന് എതിർത്ത് പറഞ്ഞില്ല. നിങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ നിങ്ങളുടെ മകൾക്ക് എന്തോ ദോഷമുണ്ടത്. അങ്ങനെ ദോഷം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നു. പിന്നെ അങ്ങനെ പറയുവാണെങ്കിൽ ആ ദോഷം മാറ്റാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യുകയും ചെയ്യായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അത് പിന്നെ ബാല, ഞാൻ മിണ്ടരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോട് ചതി ചെയ്തു. കാരണം എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുമെന്ന് പറഞ്ഞു മക്കളെ നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചു വിടാനായിട്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ തുറന്നു പറയായിരുന്നു. നിങ്ങളെ ഇത്രയും കാലം ഞാൻ ഉദയഭാനു സാറിന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എത്രയോ വട്ടം നിങ്ങളെ പിന്നാലെ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട്.
അന്നെല്ലാം നിങ്ങളെ ഞാൻ അധികമായിട്ട് വിശ്വസിച്ചു. ആ വിശ്വാസമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ മകളെ കൊണ്ട് ഓരോന്നൊക്കെ പറയിപ്പിച്ച് ചെയ്യിച്ചിട്ട് ഒടുവിൽ എന്തായി തീർന്ന കാര്യങ്ങളൊക്കെ. എന്റെ കുടുംബം തന്നെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ? എന്റെ മോന്റെ ഭാവി നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? ഇതെനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്നതാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ബാല ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം ഞാനാണ് തെറ്റ് ചെയ്തത് ഇവിടെ, എൻ്റെ മോളല്ല. ഞാനാ തെറ്റ് ചെയ്തേ. കാരണം എൻ്റെ മോളൊന്നും വേണ്ടാന്ന് പറഞ്ഞ, പക്ഷെ അവളെ ഞാൻ തെറ്റ് ചെയ്യാൻ നിർബന്ധിക്കുമായിരുന്നു. ഓരോ കള്ളങ്ങൾ പറയാനായിട്ട്. അവള് വേണ്ട അച്ഛാ വേണ്ട അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് എതിർത്താണ്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ അവളെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ മോളിനകത്ത് പൂർണ്ണമായിട്ട് നിരപരാധിയാണ്. പിന്നെ ശ്രീകല, അവൾക്ക് ഓരോ പ്രതീക്ഷകൾ കൊടുത്ത് അവളെ ഞാൻ കൂടെ നിർത്തുമായിരുന്നു. അവൾ എന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് അവൾക്ക് പറ്റിയ തെറ്റ്. അവളും തെറ്റുകാരിയാന്ന് ഒരിക്കലും പറയില്ല. ഇത് മുഴുവൻ എൻ്റെ കുറ്റമാണ്. ഞാനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ബാല, എനിക്ക് വേണമെങ്കിൽ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നു, ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം. പക്ഷെ എൻ്റെ മോള് നിരപരാധിയാണ്. അവളെ വെറുതെ പറഞ്ഞണം. അവൾക്കൊരു ശിക്ഷയും കൊടുക്കരുത് ബാല. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നീട് ഉദയഭാനു വന്ന് ശ്രീദേവിയോട് പറഞ്ഞു, മോള് പറ, മോളുടെ ബാലച്ചനോട് പറ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറ. തെറ്റ് ചെയ്ത് മൊത്തം നിന്റെ അച്ഛനാന്നുള്ള കാര്യം പറ എന്നൊക്കെ പറഞ്ഞു. ശ്രീദേവി ഇങ്ങനെ വല്ലാതെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നീട് ബാലന്റെ മുന്നിലേക്ക് എന്നിട്ട് പറഞ്ഞു, ബാലച്ച, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഒരു കള്ളവും ഞാൻ പറയില്ല. ഞാൻ ആരുടെ മുന്നിൽ ഒരു നുണയും പറയത്തില്ല ബാലച്ച എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ശ്രീദേവി, ഇനി നിന്നെ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കുടുംബത്തിൽ ആരെങ്കിലും നിന്നെ വിശ്വസിക്കോ? ഇല്ല. നീ എന്ത് പറഞ്ഞാലും അത് കള്ളമായിട്ട് ഇവിടെ എല്ലാവർക്കും തോന്നുള്ളൂ. ആരും ഒരിക്കലും നിന്നെ വിശ്വസിക്കാനായിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു. ബാലച്ച, ഞാൻ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. എന്താണെന്നറിയാവോ? ഇനി നീ വീട്ടിൽ വേണ്ട. എൻ്റെ ആനന്ദന്റെ ഭാര്യയായിട്ട് നിന്നെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഒരു നിമിഷം കേട്ടതുപോലും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കുവാണ്. ബാലച്ച, ഞാൻ പാലിൽ അങ്ങോട്ടേക്ക് പോയി ഇരിക്കുകയാണ് ആ കസേരയിലേക്ക്. അപ്പോഴേക്കും ശ്രീദേവി കരഞ്ഞുകൊണ്ട് ഗോമതിക്ക് നേരെ തിരിഞ്ഞു. ഗോമതി പറഞ്ഞു, ബാലേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, അത് നീ ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, അതെ ബാല, ഇങ്ങനെയൊന്നും പറയരുത്. എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴേക്ക് ശ്രീദേവി അവിടെ നിന്ന് കേണാപേക്ഷിക്കുകയാണ്. ഇങ്ങനെയൊന്നും പറയല്ലേ ബാലച്ച, എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടല്ല എന്നൊക്കെ പറഞ്ഞ് കേണാപേക്ഷിക്കുമ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, മോളെ നീ എന്തിനാ കരയണേ? അങ്ങനെ കരയേണ്ടവളല്ല നീ അതിന് ഇവിടുത്തെ ആരാ? ആനന്ദന്റെ ഭാര്യ. അല്ലാതെ വെറുതെ വലിഞ്ഞു കയറി വന്നോളൊന്നും അല്ല. നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഇറക്കി വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. ആർക്കും നിന്നെ ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ശ്രീകല പറഞ്ഞു, അങ്ങനെ അനുസരിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇറക്കി വിടാൻ പറ്റുമെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? അത് ഈ ജന്മത്തിലുണ്ടാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല നിൽക്കുക. ആകെപ്പാടെ ടെൻഷനായിട്ട് ശ്രീദേവി മാറി മാറി നോക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.